السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വുളൂഇന്റെ സുന്നത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇന്നലെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ് നാം പറയുന്നത്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയയിൽ 24-ാമത്തെ പേജിൽ 24-ാമത്തെ സുന്നത്താണ് പറയുന്നത്. അത്തസ്ലീസു. തസ്ലീസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും. വാഹിദ്, ഇസ്നാൻ, സലാസ. സലാസ എന്ന് പറയുമ്പോൾ 3 എന്നർത്ഥം. അപ്പൊ തസ്ലീസ് 3 പ്രാവശ്യമാക്കുക, അത് സുന്നത്താണ്. യുസന്നു തസ്ലീസു, 3 പ്രാവശ്യമാക്കൽ സുന്നത്താക്കപ്പെടും. ഫീ കുല്ലി മിനൽ ഗസ്ലി, എല്ലാ കഴുകലും, വൽ മസ്ഹി, എല്ലാ തടവലും, വദ്ദൽകി, എല്ലാ തേച്ചുരച്ചുള്ള കഴുകലും, വത്തഖ്ലീലി, ഇടർച്ചയാക്കുക, വസ്സിവാക്കി, പല്ല് തേക്കുക, വദ്ദിക്രി അവ്വലുഹു, തുടക്കത്തിലുള്ള ദിക്റ്, വഅസ്നാഉഹു, ഇടയിൽ വരുന്ന ദിക്റുകള്, വആഖിറഹു, അവസാനത്തിൽ വരുന്ന ദിക്റുകള്. ഇതൊക്കെ 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. വയഹ്സുലു ബിഖംസിൽ ഉദുവി, അവയവം ഫിൽ മായി, വെള്ളത്തിൽ മുക്കൽ കൊണ്ട് കരസ്ഥമാകും. ഇദാ ഹറക്കഹു മർറതൈനി, എന്നിട്ട് വെള്ളത്തിൽ 2 പ്രാവശ്യം കൂടി കൈ അനക്കിയാൽ എന്ത് കരസ്ഥമാകും? 3 പ്രാവശ്യം കഴുകൽ കരസ്ഥമാകും. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 പ്രാവശ്യമാക്കൽ സുന്നത്തുണ്ട് എന്നാണ്. അപ്പൊ വുളൂഇൽ നാം കഴുകുന്ന സ്ഥലങ്ങളുണ്ട്. മുഖം കഴുകുന്നു, കൈ കഴുകുന്നു, ഇതെല്ലാം 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. അതുപോലെ തന്നെ തല തടവുന്ന സ്ഥലമാണ്, 3 പ്രാവശ്യം തടവണം, അത് സുന്നത്താണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. അപ്പോ കൈ 3 പ്രാവശ്യം കഴുകണം, മുഖം 3 പ്രാവശ്യം കഴുകണം, കാല് 3 പ്രാവശ്യം കഴുകണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ഒരു ഹൗദ്, പള്ളിയിലേക്കുള്ള ഹൗദ്, ആ ഹൗദിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കൈ ഇങ്ങനെ ഹൗദിലെ വെള്ളത്തിലേക്ക് മുക്കി. ഇപ്പൊ ഈ മുക്കലിനെ ഒരു കഴുകലായിട്ട് പരിഗണിക്കും. പിന്നെ 2 പ്രാവശ്യം അനക്കി കഴിഞ്ഞാലോ ടോട്ടൽ 3 പ്രാവശ്യം കഴുകലാവും. കൈ വെള്ളത്തിലേക്ക് മുക്കുന്നത് ഒരു പ്രാവശ്യം, അങ്ങോട്ട് അനക്കൽ 1, ഇങ്ങോട്ട് അനക്കൽ മറ്റൊന്ന്. ടോട്ടൽ 3 പ്രാവശ്യം കഴുകൽ അങ്ങനെ കിട്ടുന്നർത്ഥം. വലാ യുജിസു, മതിയാവുകയില്ല, തസ്ലീസു ഉദുവിൻ, അവയവം 3 പ്രാവശ്യം കഴുകൽ, ഖബല തമാമി വാജിബി വസ്ലിഹി, നിർബന്ധമായ കഴുകൽ പൂർത്തിയാകുന്നതിന്റെ മുമ്പ്. എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമാണ് മുഖവും കൈയൊക്കെ കഴുകേണ്ടത്. അതിൽ 1-ാമത്തെ പ്രാവശ്യത്തെ കഴുകൽ അത് നിർബന്ധമായ കഴുകലാണ്. അതിന് ശേഷമുള്ള 2 കഴുകലാണ് സുന്നത്തായ കഴുകൽ. അങ്ങനെ ടോട്ടൽ 3 പ്രാവശ്യം. അല്ലാതെ 3 പ്രാവശ്യം കഴുകലും സുന്നത്താണ് എന്നല്ല. തസ്ലീസ് കൊണ്ട് കഴുകലിനെ 3 പ്രാവശ്യമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ പ്രാവശ്യമുള്ള കഴുകൽ നിർബന്ധമായ കഴുകലാണ്. 2-ാമത്തെയും 3-ാമത്തെയും കഴുകൽ സുന്നത്തായ കഴുകലുമാണ്. അപ്പൊ 2-ാമത്തെ കഴുകലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? 1-ാമത്തെ പ്രാവശ്യം കഴുകുമ്പോ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തണം. ഉദാഹരണത്തിന് ഞാൻ എന്റെ കൈ കഴുകുകയാണ്. കൈ കഴുകുമ്പോ വെള്ളമെടുത്ത് കൈയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. ആദ്യം വെള്ളമെടുത്ത് ഒഴിച്ചപ്പോ കൈയിന്റെ എല്ലാ ഭാഗവും നനഞ്ഞിട്ടില്ല. 2-ാമത് പ്രാവശ്യം കൂടി ഞാൻ ഒഴിച്ചപ്പോഴാണ് കൈയിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്നത്. കാഴ്ചയിൽ ഞാൻ 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്, പക്ഷേ ഫലത്തിൽ കഴുകൽ 1 ആയിട്ടുള്ളൂ. കാരണം വെള്ളം ഒരുപാട് പ്രാവശ്യം എടുത്ത് മുക്കി ഒഴിക്കുക എന്നതല്ല കഴുകൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കൈയിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തലാണ് പ്രധാനം. എപ്പോഴാണോ കൈയിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്നത് അപ്പോൾ ഒരു കഴുകൽ പൂർത്തിയാവും. അതിന് ശേഷം വരുന്ന കഴുകലാണ് രണ്ടാമത്തെ കഴുകൽ. അതിന് ശേഷം വരുന്ന കഴുകലാണ് മൂന്നാമത്തെ കഴുകൽ. അപ്പൊ ഒന്നാമത്തെ കഴുകൽ നിർബന്ധമായതാണ്. അപ്പോ ആ നിർബന്ധമായ കഴുകൽ പൂർത്തിയായതിന് ശേഷം മാത്രമേ സുന്നത്തായ കഴുകൽ ആരംഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അതുപോലെ തന്നെ വലാ ബഅദ തമാമി വുദൂഇ, ഒരാൾ വുദൂഅൊക്കെ എടുത്തു കഴിഞ്ഞു, കയ്യും മുഖവും കാലൊക്കെ ഓരോ പ്രാവശ്യം കഴുകിയിട്ട് വുദൂഅൊക്കെ എടുത്ത് തീർന്നു. അതിനുശേഷം പിന്നെന്ത് ചെയ്യാ? ഈ കഴുകലിന് ബാക്കിയുള്ള 2 കഴുകൽ കഴുകുക. അത് പറ്റൂല. അതാത് കഴുകണ സമയത്ത് തന്നെ കഴുകണം. മുഖം ആദ്യം ഒരു കഴുകൽ, അത് നിർബന്ധമായ കഴുകൽ. അതിനുശേഷം തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴുകൽ കഴുകണം. ഓരോന്നും അതിന്റെ സമയത്ത് തന്നെ ചെയ്യണം. 25 ഇഖ്തിസാറുൽ വാജിബി ലിഇദ്റാക്കി ജമാഅത്തി. ഇഖ്തിസാറു വുദൂഇനെ ചുരുക്കുക, അലൽ വാജിബി നിർബന്ധമായതിന്റെ മേൽ ലിഇദ്റാഖ് ജമാഅത്തിൻ ജമാഅത്ത് കിട്ടാൻ വേണ്ടി. ഇപ്പോ നമ്മളിങ്ങനെ പള്ളിക്ക് നിസ്കരിക്കാൻ ചെല്ലുക, ആ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞ് അവസാനത്തെ അത്തഹിയ്യാത്തിൽ എത്തിക്കണം. ഇനി ആ ജമാഅത്ത് കഴിഞ്ഞാൽ ഇനി മറ്റൊരു ജമാഅത്തിന് ആൾക്കാർ ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളു, വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ പോതുണ്ടാക്കിയിട്ടുമില്ല. ഇപ്പൊ നമ്മള് സാധാരണ രീതിയിൽ എല്ലാ സുന്നത്തൊക്കെ എടുത്ത് പോതുണ്ടാക്കുമ്പോഴേക്ക് ആ ജമാഅത്ത് സലാം വീട്ടി പോവും. അപ്പൊ എന്ത് ചെയ്യാ? ആ ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വുദൂഇന്റെ ഫർളുകൾ മാത്രം എടുക്കുക, സുന്നത്തുകൾ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. ഉദാഹരണത്തിന് പള്ളി ജമാഅത്ത് എടുക്കുന്നുണ്ട്, അത്തഹിയ്യാത്തിൽ എത്തിയിട്ടുണ്ട്, നമ്മള് കയ്യും മുഖവും ഒക്കെ ഫുള്ള് ഈ സുന്നത്തൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് അത് ജമാഅത്ത് തീരും. ആ ജമാഅത്ത് തീർന്നാൽ നമ്മളെ കൂടെ നിസ്കരിക്കാൻ വേറെ ഒരാൾ അവിടെ ഇല്ലേനും. അപ്പോ എന്ത് ചെയ്യണം? വുദൂഇന്റെ ഫർള് മാത്രം എടുക്കുക. ഫർള് എന്താ? നിയ്യത്ത്, മുഖം കഴുകുക, കൈ 2 മുട്ടോട് കൂടി കഴുകുക, തല തടവുക, കാല് കഴുകുക, തർത്തീബ് ക്രമത്തിലാവുക ഈ കാര്യങ്ങൾ. അങ്ങനെ ചെയ്യൽ സുന്നത്താകും. വയജിബു വുദൂഇനെ ഫർദിന്റെ മേൽ ചുരുക്കൽ നിർബന്ധമാകും. ലിദീഖി വഖ്തിൻ സമയം കുടുസായതിന്റെ പേരിൽ. ഉദാഹരണത്തിന് ഇപ്പൊ അസ്ർ ബാങ്ക് 3:30 സമയം 3:25 ആകെ 5 മിനിറ്റ് സമയമുള്ളൂ. ഈ സമയത്തിൽ നമ്മൾ എല്ലാ സുന്നത്തൊക്കെ എടുത്ത് ഉതുണ്ടാക്കി നിസ്കരിക്കാൻ ചെല്ലുമ്പോഴേക്ക് ചിലപ്പോ നിസ്കാരത്തിന്റെ സമയമാണ് തീർന്നു പോകും. അങ്ങനെയാണെങ്കിൽ വുദൂഇന്റെ ഫർളുകൾ മാത്രം എടുത്ത് ഉതുണ്ടാക്കുക, സുന്നത്തുകൾ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. എല്ലാ സുന്നത്തുകൾ എടുത്ത് ഉതുണ്ടാക്കി അപ്പോഴേക്ക് നിസ്കാരം ഖളായി. അങ്ങനെ ആകരുത്. നിസ്കാരം ഖളാകും എന്ന് പേടിയുണ്ടെങ്കിൽ വുദൂ ഷോർട്ടാക്കുക, വുദൂഇന്റെ ഫർളുകൾ മാത്രം എടുക്കുക, എന്നിട്ട് നിസ്കരിക്കാൻ പോവുക. അതേസമയം ഈ നിസ്കാരത്തെ ഇങ്ങനെ അവസാനം വരെ പിന്തിപ്പിച്ചല്ലോ, അതിന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. അത് മറ്റൊരു വിഷയം. ഓക്കെ. ഔ ഖില്ലത്തി മായി, അപ്പൊ സുന്നത്തൊക്കെ എടുത്ത് ഒതുണ്ടാക്കുമ്പോഴേക്ക് വെള്ളം ഒരുപാട് തീർന്നു പോവല്ലേ. വെള്ളമാണെങ്കിൽ വളരെ കുറവാണ്, എന്നാൽ ഇതിന്റെ ഫർള് മാത്രം എടുക്കൽ നിർബന്ധമാണ്. നമുക്ക് സുന്നത്ത് ഉണ്ടാക്കാനുള്ള, പക്ഷേ അവിടെ ഒരു ജീവി ഉണ്ട്, ഒരു ആട്, ഒരു പശു അല്ലെങ്കിൽ ഒരു ജീവി. ഈ ജീവിക്ക് ദാഹമുണ്ട്, കുടിക്കാൻ വെള്ളമില്ല. ഞമ്മടുത്താണെങ്കിലൊക്കെ വെള്ളം നമ്മള് എല്ലാ സുന്നത്തൊക്കെ തോന്നലാക്കി കഴിഞ്ഞാൽ ഈ വെള്ളം തീർന്നു പോകും. അതേസമയം നമ്മൾ വുദൂഇന്റെ ഫർള് മാത്രം എടുത്ത് സുന്നത്തൊക്കെ ഒഴിവാക്കി, എന്നാൽ ഇവിടെ ഈ പാത്രത്തിൽ വെള്ളം ബാക്കി ഉണ്ടാവും. ഈ ബാക്കിയുള്ള വെള്ളം ഈ മൃഗത്തിന് കുടിക്കാനും പറ്റും.
അങ്ങനെയാണെങ്കിൽ ഉദൂഇന്റെ ഫർദിന്റെ മേൽ ചുരുക്കൽ നിർബന്ധമാണ്. ആദ്യം പറഞ്ഞു ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഫർദിന്റെ മേൽ ചുരുക്കൽ സുന്നത്താണ്. പിന്നെ പറഞ്ഞു നിസ്കാരം ഖളാകാതിരിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ വെള്ളം കുറവായതിനു വേണ്ടി, അല്ലെങ്കിൽ ദാഹിക്കുന്ന വന്ദിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി ഒക്കെ ആണെങ്കിൽ ഉദൂഇന് ചുരുക്കൽ സുന്നത്താൻ അല്ല ഉദൂഇന് ചുരുക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഉദൂഇന് ഫർദിന്റെ മേൽ ചുരുക്കൽ നിർബന്ധമാണ്. അടുത്തത് മാ യുസന്നു തർക്കുഹാ ഫിൽ ഉദൂഇ, ഉദൂഇൽ ഉപേക്ഷിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ. ഇനി പറയുന്ന കാര്യങ്ങൾ ഉദൂഇൽ ഉണ്ടാകാൻ പാടില്ല, ഒഴിവാക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, അൽ ഉദൂ ഫി മഹല്ലി റശാശി, തെറിക്കുന്ന സ്ഥലത്ത് ഉദൂ എടുക്കാതിരിക്കുക. പേപ്പർ തിരിച്ചാൽ വെള്ളം നന്നായിട്ട് നിലത്ത് അഴുക്കൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് തെറിച്ചു വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനത്തെ സ്ഥലങ്ങൾ ഒഴിവാക്കണം, അത് സുന്നത്താണ്. 27 നഖ്ളു മാഇൽ വുദൂഇ അൻ മുദ്ദി നഖ്സു മാഇൽ വുദൂഇ അൻ മുദ്ദി, വുദൂഇന്റെ വെള്ളം ഒരു മുദ്ദിനേക്കാൾ കുറയുക. മുദ്ദറിയില്ല, നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് 4 മുദ്ദ് അരിയാണല്ലോ കൊടുക്കുക. അപ്പൊ ഒരു മുദ്ദ് വെള്ളത്തിനേക്കാൾ കുറഞ്ഞ വെള്ളം കൊണ്ട് ഉദുണ്ടാക്കാൻ പാടില്ല, അത് കറാത്താണ്. നമ്മൾ പറഞ്ഞു ഉദുടുക്കുന്ന സമയത്ത് വെള്ളം അമിതമായി ഉപയോഗിക്കരുത്, വെള്ളത്തിന്റെ അളവ് കുറക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ വെള്ളത്തിന്റെ അളവ് കുറക്കണം എന്ന് പറയുന്ന അർത്ഥം പറ്റാണ് കുറക്കണം എന്നല്ല. ഒരു മുദ്ദിലെ വെള്ളത്തേക്കാൾ വെള്ളത്തിന്റെ ഉപയോഗം വുദൂഇൽ കുറയ്ക്കരുത്, അത് കറാത്താണ്. 28 അൽ ഇസ്തിആനത്തു ബിലാ ഉദിരി, കാരണമില്ലാതെ സഹായം തേടുക. ഈ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ നമ്മളെ പരിക്കോ മുറിവുകളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് സ്വന്തം മുതലാക്കാൻ കഴിയൂല, വേറെ ആരെയും ഹെൽപ്പൊക്കെ വേണ്ടി വരും. അതേസമയം ഒരാൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നമില്ല, എന്നിട്ട് മറ്റൊരാളെ ഹെൽപ്പ് തേടുക, അത് കറാഹത്താണ്. ആവശ്യമില്ലാതെ കാരണമില്ലാതെ മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടൽ കറാഹത്താണ്. 29 അൽ ഇസ്റാഫ് ബിൽ മായി, വെള്ളം അമിതമാക്കുക, ഓവറാക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മുദ്ദ് വെള്ളത്തേക്കാൾ കുറഞ്ഞ വെള്ളം കൊണ്ട് ഉണ്ടാക്കൽ കറാഹത്താണ്. ഇപ്പൊ പറഞ്ഞെന്ത്? ഇവിടെ അൽ ഇസ്റാഫ് ബിൽ മായി, വെള്ളത്തിൽ അമിതമാക്കലും കറാഹത്താണ്. 30 അത്തകല്ലമു ബിലാ ഉദ്രി, കാരണം കൂടാതെ സംസാരിക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് കാരണമില്ലാതെ സംസാരിക്കരുത്, അതും എന്താണ്? കറാഹത്താണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സുന്നത്ത് പേജ് നമ്പർ 25, അതിലെ 31-ാമത്തെ സുന്നത്താണ് ഇനി നമ്മൾ പറയുന്നത്. പേജ് എടുത്തില്ലേ? പേജ് നമ്പർ 25, 31-ാമത് സുന്നത്ത്. ലതമു വജ്ഹിഹി ബിൽ മായി, വെള്ളം കൊണ്ട് മുഖത്തടിക്കലും കറാഹത്താണ്. മുഖം കഴുകൽ ഉദൂഇൽ നിർബന്ധമാണ്, അത് ശരിയാണ്. എന്ന് കരുതി വെള്ളം എടുത്തിട്ട് മുഖത്ത് അടിക്കരുത്. ഉദാഹരണത്തിന് കയ്യില് വെള്ളം എടുത്തിട്ട് ഒരൊറ്റ അടി, അങ്ങനെ ചെയ്യപ്പെടാണ്, കറാഹത്താണ്. ഒരാൾ കയ്യിൽ വെള്ളം എടുത്തു, മുഖത്തിന് അടിച്ച് കഴുകി, മുഖത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്, എന്നാ ഉദു ശരിയാകും, ആ ഉദു കൊണ്ട് നിസ്കരിക്കാനൊക്കെ പറ്റും, അത് ശരിയാണ്.
പക്ഷേ ഇങ്ങനെ വെള്ളം കൊണ്ട് മുഖത്തടിക്കൽ എന്താണ്? അത് കറാഹത്താണ്. 32 അന്നഖദു ബിലാ ഉദ്രി, കാരണമില്ലാതെ ഇങ്ങനെ കൈ കൊടയ. ഞാൻ ഒതെടുത്തു, ഒതെടുക്കുമ്പോ കൈയൊക്കെ കഴുകുമല്ലോ, പിന്നെ കൈയൊക്കെ നനഞ്ഞു. ഒതെടുത്തിന് ശേഷം എന്ത് ചെയ്യാ? ആ വെള്ളമൊക്കെ ഇങ്ങനെ കൊടഞ്ഞിങ്ങനെ കളയാ. എന്തിനാ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ ഉദുവിന്റെ വെള്ളം കയ്യിൽ നിന്ന് കൊടഞ്ഞി കളയാ. അത് കറാഹത്താണ്. 33 അത്തൻഷീഫ് ബിലാ ഉദിരിൻ, കാരണം കൂടാതെ ഉദുവിന്റെ വെള്ളത്തെ തോർത്തിക്കളയൽ, അതും കറാഹത്താണ്. ഒതെടുത്ത് കഴിഞ്ഞപ്പോ കൈയൊക്കെ നനയും, സ്വാഭാവികല്ലേ? കഴുകിയാൽ നനവുണ്ടാവുമല്ലോ. അത് കുറച്ച് കഴിയുമ്പോ ഉണങ്ങി പൊക്കോളൂ. അങ്ങനെ ചെയ്യാതെ ഉദുവെടുത്ത ഉടനെ തന്നെ ആ ഉദുവിന്റെ നനവുകളൊക്കെ എന്ത് ചെയ്യുക? തോർത്തിക്കളയ. അതും എന്താണ്? കറാഹത്താണ്. അപ്പൊ കാരണമില്ലാതെ കൈ കൊടയ, തോർത്ത്. അതേസമയം ഒരാളുടെ കയ്യിൽ മുറിവുണ്ട്, ഉദരക്കുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? വെള്ളമായി, ഇപ്പൊ മുറിവ് നീറും. അങ്ങനെയാണെങ്കിൽ തുടക്കാൻ പറ്റും, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരാള് കൈ കഴുകിയതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാണ്ട് തയമ്മും ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കയ്യത്ത് വെള്ളമൊക്കെ തുടച്ച് ഉണക്കേണ്ടി വരുമല്ലോ, പൊടിമണ്ണുകൊണ്ടല്ലോ തയമ്മം ചെയ്യാ. അതൊന്നും പ്രശ്നമില്ല. കാരണമില്ലാതെ എന്ത് ചെയ്യരുത്? കൈ തോർത്തുക, കയ്യിലെ വെള്ളമൊക്കെ കുടഞ്ഞു കളിയ, അത് ചെയ്യാൻ പാടില്ല, കറാഹത്താണ്. മറ്റൊരു നിലയ്ക്ക് അതൊരു ഒരു അസ്വാരസ്യം പോലെ തോന്നുന്നില്ലേ, അല്ലേ? ഊതെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതാണിത് വെള്ളം, അതിന് വുദൂഇനോട് ഒരു എതിർപ്പ് കാണിക്കുന്നത് പോലെയുണ്ട്. അതൊരു നിരീക്ഷണമാണ്. അടുത്ത മാ യുത്ലബു ബഅദൽ വുദൂഇ, വുദൂഇന് ശേഷം സുന്നത്താകുന്ന കാര്യങ്ങൾ. നോക്കാം. വുദൂഇന് ശേഷം സുന്നത്തുള്ള കാര്യങ്ങൾ. 34 അശ്ശുർബു മിൻ ഫളിൽ വുദൂഇ, വുദൂഇന്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കൽ സുന്നത്താണ്. ഓക്കെ. അപ്പൊ വുദൂഇന്റെ ബാക്കി വെള്ളം കുടിക്കൽ എന്താണ്? സുന്നത്താണ്. 35 റശ്ശു ഇസാരിഹി ബിഹി, നമ്മൾ ധരിച്ച ഇസാർ, തുണി, അരയുടുപ്പിലേക്ക് വെള്ളത്തെ കൊടയ. ഇൻ തവഹമ, തോന്നിയാൽ, ഹുസൂല മുഖാദിരിൻ ലഹു ദഫ്അൻ ലിൽ വസ്വാസി, ഓക്കെ. അപ്പൊ 35 റശ്ശു ഇസാരിഹി ബി, ഉടുത്ത അരയുടുപ്പിലേക്ക് വെള്ളം കൊടയ. ഇൻ തവഹമ ഹുസൂല മുഖാദിർ ലഹു ദഫ്അൻ ലിൽ വസ്വാസി, ഉളവൊക്കെ എടുത്തു കഴിഞ്ഞു, നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഡ്രസ്സിലേക്കൊക്കെ നജസ് തെറിച്ചിട്ടുണ്ട് നിങ്ങൾ തോന്നുക, ഉറപ്പില്ല, വെറുതെ ഇങ്ങനെ തോന്നുക. അപ്പൊ ആ തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക? ഡ്രസ്സിലേക്കൊക്കെ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതെന്താണ്? സുന്നത്താണ്. 36 ഉദുടുത്ത കഴിഞ്ഞ ഉടനെ തന്നെ പറയൽ സുന്നത്താണ്. മുസ്തഖ്ബിലൽ ഖിബ്ലതി, ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് എന്ത് പറയൽ സുന്നത്തുണ്ട്? റാഫിഅൻ യദൈഹി, രണ്ട് കൈയിനെ ഉയർത്തുകയും വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഉദു കഴിഞ്ഞ ഉടനെ തന്നെ പറയൽ സുന്നത്തുണ്ട്, ഖിബ്ലക്ക് മുന്നിട്ട്. റാഫിഅൻ യദൈഹി, രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് എന്താ പറയേണ്ടത്? അവിടെ ഉണ്ട്. വബസറഹു ഇലസ്സമായി, കണ്ണ് ആകാശത്തേക്ക് ഉയർത്തുകയും വേണം. അപ്പൊ ഇങ്ങനെ ഉദുവാക്കി കഴിഞ്ഞതിന് ശേഷം ഖിബ്ലക്ക് മുന്നിട്ട് രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി ആണ് പറയേണ്ടത്. വലൗ കാന ഫി ദുൽമത്തിൻ, അത് ഇരുട്ടിയാണെങ്കിലും ശരി. ഔ കാന അഅമാ, ഇപ്പൊ നമ്മള്
വുളൂഇന്റെ ശേഷം കിബിലക്ക് മുന്നിട്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആകാശത്തേക്ക് കണ്ണുയർത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാളെ ചോദ്യം, അത് ഇരുട്ടുള്ള ദിവസമാണ് നിസ്കരിക്കുന്നത് എങ്കിലോ? നല്ല ഇരുട്ടുള്ള സമയത്താണ് നിസ്കരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഒതുണ്ടാക്കുന്നത്. അപ്പോ ഉതുർത്തിന് ശേഷം കയ്യൊക്കെ ഉയർത്തി ആകാശത്തേക്ക് നോക്കണം എന്നല്ലേ? നോക്കണ ഇരുട്ടല്ലേ, കാണൂലല്ലോ. അത് കുഴപ്പമില്ല. കാരണം ഇവിടെ മുകളിലേക്ക് നോക്കുക എന്നതോട് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് നോക്കുക എന്നാണ്. അതായത് ഇരുട്ടുള്ള സ്ഥലത്ത് ശേഷം ദുആ നിർവഹിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഔക്കാന അയമ്മ, അല്ലെ കണ്ണ് കാണാത്ത ആളാണ്, അവർ കുഴപ്പമില്ല, അവരിങ്ങനെ മുകളിലേക്ക് നോക്കുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മതി. എന്താണ് ഉളുവിന് ശേഷം രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി പറയേണ്ടത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وصحبه وسلم. ഇതാണ് വുളൂഇന് ശേഷമുള്ള ദുആ. ഇതെല്ലാരും പറഞ്ഞ് പഠിക്കൽ അനിവാര്യമാണ്. സിമ്പിളാണ്, കുറച്ച് നോക്കി വായിച്ചാൽ തന്നെ ഭയം കേട്ടോ. 37 സൂറത്തുൽ ഖദർ തലാസൻ. ഒന്നുണ്ടാക്കിയതിന് ശേഷം സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം മുതൽ സുന്നത്താണ്. അപ്പോ വുളൂഇന് ശേഷം സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം മുതൽ സുന്നത്തുണ്ട്. ഇന്നാ അൻസൽനാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. പിന്നെ സൂറത്ത് 3 പ്രാവശ്യം ഓതുക. 28 റക്അത്താനി ബഅദഹു. വുളൂഇന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. വതഫൂതാനി ബിതൂലിൽ ഫസീ. ഈ 2 കാര്യവും ഗ്യാപ്പ് അധികമായാൽ നഷ്ടപ്പെട്ടു പോയി. വുളൂഇന് ശേഷം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ വുളൂഇന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കലും സുന്നത്തുണ്ട്. ഒരാൾ വുളൂ എടുത്തു, കുറെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണേ? നേരത്തെ അവിടെ തോന്നുണ്ടാക്കിയിരുന്നല്ലോ, ഇനി ഇതിന്റെ പറ്റൂല.
കേൾക്കുന്നോ? കേൾക്കുന്നില്ല. ക്ലാസ് കേൾക്കുന്നില്ല. ഓക്കെ, ഇനി ഡൗട്ടുകൾ ചോദിക്കാം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യും. ഏകദേശം ഒരു 1 ഹവറിനടുത്തായാലും 9 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്തത്. സംശയങ്ങൾ ചോദിക്കട്ടോ. ചോദിക്കാം. മൂത്താൻ എന്നും ചോദിക്കുന്നുണ്ടാ? ഒരു ക്ലാസ് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവൂല, അറബിയല്ലേ. ക്ലാസ് നമ്മള് അങ്ങനല്ലേ, ഇത് പറഞ്ഞ നമ്മൾ ഓരോന്നിലും സെപ്പറേറ്റ് വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോ ക്ലാസ് കേൾക്കാത്തത് കൊണ്ട് മറ്റു ക്ലാസ് മനസ്സിലാകില്ല എന്ന രീതിയിൽ വരുന്നില്ല. നമ്മളിപ്പോ ഇതിലിപ്പോ അവസാനം പറഞ്ഞ പോയിന്റ് നോക്കാം. പറഞ്ഞൊരു പോയിന്റ് ഇപ്പൊ എന്താണ്? വുളൂഇന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക സുന്നത്തുണ്ട്. വുളു എടുത്തു കഴിഞ്ഞാല് 2 റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട്. അതേപോലെ വുളൂഇന് ശേഷം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ആ സൂറത്ത് 3 പ്രാവശ്യം ഓതാൻ സുന്നത്തുണ്ട്. പിന്നെ വുളൂഇല് പഠിക്കാനുള്ള വുളൂഇന് ശേഷം ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദുആ, വുളൂഇന് ശേഷം നിർവഹിക്കാൻ സുന്നത്തുള്ള ദുആ ഉണ്ട്. ആ ദുആ നമ്മളോട് പറഞ്ഞത്. അതേപോലെ തന്നെ വുളു എടുത്തു കഴിഞ്ഞാല് നമ്മളെ ബാക്കിയുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അതിന്ന് കുടിക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സുന്നത്തുകളാണ് പറയുന്നത്. സിമ്പിളായി മനസ്സിലാവുന്നതേ ഉള്ളൂ. അതേപോലെ ഉതുണ്ടാക്കിയതിന് ശേഷം കൈയൊക്കെ തോർത്തുക. അല്ല, ചില ആൾക്കാരുണ്ടാവും ഉതുണ്ടാക്കി കയറുമ്പോ തന്നെ തോർത്ത് കൊണ്ടെടുത്തിട്ട് കയ്യും മുഖമൊക്കെ തോർത്തി ഉണക്കും. അങ്ങനെ ചെയ്യൽ കറാത്താണ്. ഇത് കുറച്ച് സമയത്ത് ഉണങ്ങി പോവുമല്ലോ. അതുപോലെ തന്നെ ഉതുണ്ടാക്കുന്ന സമയത്ത് വെള്ളം കൊണ്ട് മുഖത്ത് അടിക്കുക. വെള്ളം എടുത്തിട്ടേ ഒരൊറ്റ അടിക്കല്, അതൊക്കെ കറാത്താണ്. പക്ഷെ മുഖത്ത് വെള്ളം അടിച്ച് കഴുകി മുഖത്തിന് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തി കഴുകൽ സ്വഹീഹാകും, ശരിയാകും. പക്ഷേ അതിന്റെ കറാഹത്തും കൂടെ ഒഴിവാക്കണല്ലോ. എന്റെ ഡൗട്ടുകളുണ്ടോ? പക്ഷെ ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം കേട്ടോ. ഞാൻ ഇന്നലത്തെ വിട്ടിട്ടുണ്ട്, കണ്ടോ?
കണ്ടിട്ടില്ല, നോക്കണ്ട. ഓക്കെ ഓക്കെ, ഞാൻ നിർത്തും കേട്ടോ. ഇനി നമുക്ക് തിങ്കളാഴ്ച കാര്യം വരാം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.